എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ത്യ റഷ്യയുമായി ചേർന്ന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത്. ബ്രഹ്മോസ് എന്ന് വെച്ചാൽ ഒന്ന് ബ്രഹ്മപുത്ര നദിയുടെ പേര്, പിന്നെ റഷ്യയിലെ മോസ്കോവ എന്ന് പറയുന്ന നദിയുടെ പേര്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ബ്രഹ്മോസ് എന്ന പേര് വന്നത്. അപ്പോൾ ഇത് ഇന്ത്യ, ഓഫ് കോഴ്സ് ഇത് ഇന്ത്യ റഷ്യ കൊളാബറേഷൻ ഒരു മിസൈൽ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെക്നോളജി ഷെയർ ചെയ്യണം. സോഴ്സ് കോഡ് രണ്ടാക്കും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ സോഴ്സ് കോഡ് ഉണ്ട്, ബേസ് സോഴ്സ് കോഡ് ഉണ്ട്. അതിനകത്ത് എന്ത് വേണമെങ്കിലും, എന്ത് പേലോഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് ഈ പേലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിന് ഡിസ്ട്രക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് കൊടുക്കുന്ന പേലോഡാണ്. അപ്പോൾ റഷ്യയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും ഭയങ്കര ഡിസ്ട്രക്റ്റീവായിട്ട് ഇന്ത്യയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ സോഴ്സ് കോഡ് കുറേ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല, കുറേ അഡീഷണൽ സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ചെറിയ പേലോഡിൽ വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ ചെയ്തെടുത്തത്. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടില്ലേ, പ്രിസിഷൻ അറ്റാക്ക്. അതായത് കറക്റ്റ് ലഷ്കറിൻ്റെയും നമ്മുടെ ജയ്ഷയുടെയും ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി ബോംബിട്ടു. പുറത്തൊരു സിവിലിയൻസിന് പോലും ഒരു ഡാമേജ് ഉണ്ടാവില്ല. സിവിലിയൻസിൻ്റെ ഒരു വീടിന് പോലും ഒരു പോറൽ പോലും ഏറ്റില്ല. അതാണ് ഇതിൻ്റെ നമ്മൾ ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്തിട്ട് ചെറിയ പേലോഡിൽ മാക്സിമം ഡിസ്ട്രക്ഷൻ, അതായത് മറ്റുള്ള ആൾക്കാർ ഒഴിച്ചു നിർത്തി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഏത് പോയിൻ്റാണോ സ്പെസിഫൈ ചെയ്ത് ആ പോയിന്റിൽ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇന്ത്യ ബ്രഹ്മോസിൽ ഇന്ത്യയുടേതായ രീതിയിലുള്ള അഡീഷൻ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബ്രഹ്മോസിനെ കുറിച്ച്, അതായത് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്ത. ഇത് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് പുറത്തു വിട്ടത് പാകിസ്ഥാനാണ്. അതായത് ഈ ഇസ്രായേൽ ഈ ഹമാസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഗസയിലും ഗസ സിറ്റിയിലും അവിടെയൊക്കെ പൊട്ടിച്ചത് ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസാണ് എന്നുള്ള വളരെ നിർണായകമായ ഏകദേശം 15ഓളം ബ്രഹ്മോസാണ് ഈ ഹമാസിൻ്റെ തുരങ്കങ്ങൾ തറക്കാനും ഹമാസിനെതിരെയും ഇസ്രായേൽ ഗസയിൽ പൊട്ടിച്ചതെന്നുള്ള അതിനിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ പുറത്തു വിട്ടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് ടെലിവിഷനൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പാകിസ്ഥാൻ ഇങ്ങനൊരു വാർത്ത പുറത്ത് വിട്ടത് എന്ന് അതെല്ലാവരും സംശയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് തന്നെ ഇവരെ അമ്പരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഇസ്രായേൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് ഈ ഗസ സമാധാന സേനയുടെ ഭാഗമാക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി അർമേനിയയും അസർബൈജാനും പിന്നെ വേറൊരു രാജ്യവും അതിൻ്റെ ഭാഗമാണ്. ഇന്തോനേഷ്യ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ, അതായത് ഈ 2 രാജ്യങ്ങൾ ഓൾറെഡി ഗസ സമാധാന സേനയുടെ ഭാഗമാണ്. ഈ അമേരിക്കയിലെ വെടിനിർത്തലിൻ്റെ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് സമാധാന സേന. അപ്പോൾ ഈ പാകിസ്ഥാനും അതിൻ്റെ ഭാഗമാകും എന്നുള്ളൊരു വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ കേരളത്തിലേക്ക് ഈ സുഡാപ്പികളൊക്കെ ഈ എന്താ പറയുക, ഗസ സേവ് ഗസ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയ ഒക്കെ നടത്തുന്ന സുഡാപ്പികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വലിയ രീതിയിൽ ആശ്ചര്യപ്പെട്ടു പോയി. അതായത് നമ്മുടെ സ്വന്തം ബാപ്പയായി കരുതുന്ന കറാച്ചി ടീമുണ്ടല്ലോ, അവർ ഈ ഗസ സമാധാന സേനയുടെ ഭാഗം വന്നു. ഗസ സമാധാന സേന എന്താണ്, അവിടെ ഹമാസിനൊക്കെ ഓടിച്ചിട്ട് കൊല്ലുക, ഇതാണ് ഗസ സമാധാനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചത്, നമ്മുടെ ബാപ്പ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ വാർത്ത വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ സേനയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ളൊരു വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇവർ 10,000 ഈ അസിം മുനീർ ഓരോ സൈനികരും മാസം $10,000 US ശമ്പളമായിട്ട് വേണം തുടങ്ങി ഗസ സമാധാനം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്രായേൽ ഓഫർ ചെയ്ത മാക്സിമം $1,000 തരാം, മാക്സിമം $1,000. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 88,000 രൂപ, ഒരു 90,000 രൂപ വരും. അത് വേണമെങ്കിൽ തരാം, വേണമെങ്കിൽ എടുത്തിട്ട് നക്കടയിൽ നിന്ന് അവർ ഇസ്രായേൽ പറഞ്ഞു, അത് വേണമെങ്കിൽ നക്കിക്കോന്ന രീതിയിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസിം മുനീർ പാകിസ്ഥാൻ ആർമിയെ വിട്ടിട്ട് അസിം മുനീറിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അസിം മുനീർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പരിപാടികൾക്ക് നടക്കുന്നത്. അപ്പോൾ അവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസിം മുനീർ വലിയ രീതിയിലുള്ള കമ്മീഷൻ വാങ്ങിയിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് അങ്ങോട്ട് അയക്കുന്നു, അത്തരത്തിലുള്ള വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് ആ ചർച്ച എവിടെ എത്തിയില്ല. അത് ചിലപ്പോഴും മാത്രമേ ഇനി പാകിസ്ഥാൻ ആർമി അങ്ങോട്ട് പോകൂ. ഈ വാർത്ത പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ലഭിച്ചു. അപ്പോൾ അസിം മുനീർ ഒന്ന് ഡിഫൻസ് മോഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അസിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ ഇസ്രായേലായിട്ട് കൈ കൊടുക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ ആഗ്രഹങ്ങളുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണ് അസിം മുനീർ. അപ്പോൾ പൊടുന്നിനെ ഈ കോൺട്രാക്ട് ഈ ഇസ്രായേലായിട്ടുള്ള ഇതൊക്കെ പെട്ടെന്ന് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വാർത്തകളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റിലാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത്. അതായത് അവിടെ പൊട്ടിച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസാണ്, ഇസ്രായേൽ ഉപയോഗിച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസാണെന്ന്. നമുക്കൊരു കാര്യം പറയട്ടെ, ഇന്ത്യയുടെ ബ്രഹ്മോസ് ലോക പ്രശസ്തി നേടുന്നത്, അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ബ്രഹ്മോസിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്താണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് മെയ് മാസമാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഈ ജമ്മു കാശ്മീരിലൊക്കെ നമ്മൾ ഏത് നിമിഷം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ അനുദിനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതെന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അത് ജമ്മു കാശ്മീരിൽ ഏകദേശം
50ഓളം വരുന്ന മൊസാദിൻ്റെ ആൾക്കാർ അവിടെ പരിശീലനം ഇന്ത്യൻ ആർമിയായിട്ട് ഒരുമിച്ച് പരിശീലനം നടത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതും ഈ പാകിസ്ഥാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്ത പാകിസ്ഥാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് അത് ഇസ്രയേൽ ബ്രഹ്മോസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഏരിയയിലേക്ക് ബ്രഹ്മോസ് പൊട്ടിച്ചത് ഇസ്രയേലാണെന്ന രീതിയിലുള്ള വാർത്ത പുറത്തുനിന്നില്ലേ. അപ്പോൾ ഈ വാർത്തയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് ഏകദേശം ഒരാഴ്ച മുന്നേ ഇസ്രയേലിലെ സൈനികർ മൊസാദ് കാശ്മീരിൽ വന്നു എന്നുള്ള വാർത്തയൊക്കെ കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഇസ്രയേലിലെ ആൾക്കാർ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഹമാസിനെ തീർക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസിനെയും അത് നമുക്കൊരു ഒരു വെപ്പൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രാക്ടീസ് വേണ്ടേ, എന്താണെന്നില്ലേ, അതിൻ്റെ ടെക്നോളജിക്ക് അറിയണ്ടേ, എങ്ങനെയൊക്കെ ലോഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നോളജി സെറ്റ് ചെയ്യണം, ലാറ്റം ലോഞ്ച് എങ്ങനെ സെറ്റ് ചെയ്യും, എല്ലാം എങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യും, ട്രാജക്ടറി എങ്ങനെ സെറ്റ് ചെയ്യും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണം ടെക്നിക്കൽ ടേംസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഈ ഇസ്രായേൽ സൈനികർ ജമ്മു കാശ്മീർ വന്നതും ഇന്ത്യൻ ആർമിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു എക്സസൈസ് അവിടെ ഉണ്ടായി എന്നുള്ള വാർത്താ സമയത്ത് പുറത്തു വന്നതും ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എന്ത് തന്നെയാലും നമ്മുടെ ആയുധങ്ങൾ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം, പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇസ്രയേൽ ഉപയോഗിച്ചത് ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസാണ്. ഈ ബ്രഹ്മോസിന് ഡിഫറെൻറ്റ് വേരിയൻ്റ് ഉണ്ട്, ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അമേരിക്കക്ക് ഭയക്കുന്നത്. ഈ ബ്രഹ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിനെ മാറ്റിമറിക്കുന്ന ഒരു ആയുധമാണ്. അതായത് ഇന്ത്യ വരും ദിവസങ്ങളിൽ വലിയൊരു വാർത്ത പുറത്തുവിടാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വിട്ടില്ലേ, നമ്മളിനി ലേസർ ടൈപ്പ് ന്യൂജൻ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതൊക്കെ മേലെയുള്ള പല പല കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. ഇന്ത്യ ഇപ്പം വലിയ വികസനത്തിന് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഹൈ പ്രൊഫൈൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താൽ ഒരു ഷോ ഓഫ് എന്ന് വേണം പറയാം. ഈ ഷോ ഓഫ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്കിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മളെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ലെവലോട്ട് പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹമുള്ള രാജ്യം എപ്പോഴും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക. നമ്മൾ പല പല കാര്യങ്ങളും ലോകത്തിന് അറിയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും. ഓപ്പറേഷൻസ് ഒന്നും കാണിച്ചു കൊടുത്തില്ലേ, നമ്മുടെ കപ്പാസിറ്റി നമ്മൾ കാണിച്ചു കൊടുത്തു. അതുവരെ ഇന്ത്യ മിണ്ടാതിരുന്നു. എല്ലാ രാജ്യങ്ങളും എന്താ വിചാരിച്ച് ഇന്ത്യ ചെറിയ രാജ്യമല്ലേ, ഇവരുടെ പക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ച് പ്രിസിഷൻ അറ്റാക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കാണിച്ചു കൊടുത്തു. ബ്രഹ്മോസ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 ആണ് റഷ്യയുടെ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ അമേരിക്കക്കും ചൈനയും കൊടുത്ത ആയുധങ്ങൾ വെച്ചിട്ട് ഒന്നും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഒരു സാധനം, ഒരു വെപ്പൺ പോലും നമ്മുടെ ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. അവിടെയാണ് നമ്മുടെ ഒരു കഴിവ്, ഒരു കാലിബർ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയ അവിടെയാണ്. അപ്പോൾ എപ്പോഴും ഇതിലോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തത്, പക്ഷേ അവസരം കിട്ടുമ്പോൾ അത് ലോകരാജ്യങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ബ്രഹ്മോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈലൻറ്റ് കില്ലറാണ്. ഇത് വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് ഇതിനെയും കാണിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലപ്പുറം കാണിച്ചു തരും. ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇത് തന്നെയാണ് ഈ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കര രീതിയിൽ, അതായത് ഇസ്രയേലിനായിട്ട് ഒരുപാട് വേരിയൻ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഈ ബങ്കറിലുള്ള ഈ ഹമാസിൻ്റെ ആൾക്കാരൊക്കെ തീർക്കുക. അതിനുവേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സാധനമാണ് അങ്ങനത്തെ ഏകദേശം 15ഓളം ബ്രഹ്മോസാണ് ഇസ്രയേൽ ഈ ഗസയിലേക്ക് ഹമാസിനെ തീർക്കാൻ പൊട്ടിച്ചു എന്നുള്ള വളരെ നിർണായകമായൊരു വാർത്ത പുറത്തു വന്നു. നമുക്ക് ഈ സമയത്ത് അറിയാം, ഈ ഹമാസും ഇസ്രയേലും യുദ്ധം നടക്കുന്ന സമയത്ത് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ചില വെടിയുണ്ടകളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയ വെടിയുണ്ടകൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ അൽ ജസീറയുടെ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ സമയത്തൊക്കെ ഇസ്രയേലിന് വേണ്ടി ഡ്രോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇന്ത്യയാണ്. അദാനി എയറോസ്പേസിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഡ്രോണുകളായിരുന്നു നമ്മൾ ഇസ്രയേലിൽ കൊടുത്തത്. അപ്പോൾ ഇസ്രയേലിന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, കഴിഞ്ഞ 3 വർഷമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു രാജ്യവും ഇത്രത്തോളം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഇതാവും. പെട്ടെന്ന് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവർക്ക് ആയുധം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, പെട്ടെന്ന് ആയുധം വേണം. അപ്പോൾ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തു. അമേരിക്കയോട് ചോദിച്ചാൽ അമേരിക്ക കൊടുത്തില്ല, പെട്ടെന്ന് ഇന്ത്യയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രതിരോധ രംഗത്ത് അതിനിർണായകമായൊരു നാഴികക്കല്ലാകാൻ ആണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസിൻ്റെ ഏറ്റവും ചെറിയ ബഡ്ഡിങ് സ്റ്റേജ് മാത്രമേ ലോകം ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇനി എന്തൊക്കെയോ കാണാൻ കിടക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പോലും പറയുന്നത്. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.